അപ്പോൾ നമ്മൾ ഇന്ന് മിറായി എന്ന് പറഞ്ഞ തെലുങ്ക് പടം, അത് മലയാളത്തിലാണ്, അത് കണ്ടിട്ട് വരുന്ന വഴിയാണ്. പടം ചില സീൻസ് അടിപൊളിയാണ്, ചില സീൻസ് കാണുമ്പം അയ്യേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന് ഫോക്കസ് ചെയ്ത് നിർമ്മിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പടത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗൂസ് ബംസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് എലമെന്റ്സ് കണ്ടു. ഇത് ഞാൻ ഈ പടത്തിന് പോകാനുള്ള മെയിൻ കാരണം ഇതിലെ നടനാണ്. ഇതിനു മുമ്പ് ഹനുമാൻ എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് രവി എന്തായിരുന്നു അവൻ്റെ പേര് കറക്റ്റ് ഞാൻ മറന്നു. അവൻ്റെ ആ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് അവനെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അവൻ്റെ അഭിനയവും കാര്യങ്ങളും ഒക്കെ. അഭിനയം ഇതിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആരാ പറഞ്ഞ കുഴപ്പമുണ്ടെന്ന്? എനിക്ക് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ ഒരു തെലുങ്ക് പടം എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അവരുടെ കോമഡി ഒന്നും കുറേ ചളി കോമഡികളുണ്ട്. പിന്നെ ആക്ഷൻ സീനൊക്കെ പറപ്പിക്കുന്ന കുറേ പരിപാടി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഒരു തെലുങ്ക് പടം എന്ന് മനസ്സിലിങ്ങനെ ആക്കിയിട്ട് പോയി കാണുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നമ്മൾ ഹനുമാനിൽ കണ്ടില്ലായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ അവർ VFX ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, CG വർക്കൊക്കെ. ഇതിലും ഭയങ്കരം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുരാണ കഥാപാത്രങ്ങൾ അവരെ എടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്, ഒരു പരിപാടിയാണ് ഇതിനകത്തും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഇതിനു മുമ്പ് ഏതൊരു പടം വന്നപ്പോൾ സിനിമാ തിയേറ്ററിൽ ചെരുപ്പൊക്കെ ഊരി വെച്ച് കയറിയ ടീംസുകളില്ലേ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. രസമുണ്ട് മൊത്തത്തിൽ കണ്ടിരിക്കാൻ. പിന്നെ ഇതിനകത്ത് വില്ലൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലുക്കല്ല, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട പുള്ളീനെ? വേറെ എവിടെയാ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ? അത് നമ്മുടെ പണ്ട് സൂര്യ TV-യിൽ നമ്മൾ 3D കണ്ണട വെച്ചിട്ട് ഒരു കൈ മാത്രം കാണുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിൽ കണ്ട ആളെ പോലെ എനിക്ക് തോന്നി, പക്ഷെ അല്ല, ഇത് ഒരു പുതിയൊരു മുഖമാണ്. പിന്നെ ജയറാമൊക്കെ ഉണ്ട്. ജയറാമുണ്ട്. എനിക്ക് ആ മറ്റേ അതിനകത്ത് പക്ഷി വരുന്ന സീനൊക്കെ ഇല്ലേ, അതൊന്നും എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അത് എഫക്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആ ഒരു സീനിൽ അങ്ങനെ ഒരു പ്രസൻസ് പെട്ടെന്ന് വന്നപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഗൂസ് ബംബ് വന്നു. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ. അത് ഇതിന്റെ ബഡ്ജറ്റ് 60 കോടിയോ അങ്ങനെ എന്തോ ആണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്. അത് വെച്ചിട്ടാണ് അവര് ഈ VFX ഒക്കെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. ഇതിനു മുമ്പ് ഇറങ്ങിയ പടം മറ്റേ അനുമാനത്തിന് 30 കോടിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അതിലും തോന്നി അതിലെ ആ മെയിൻ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ വെപ്പൺ ഇല്ലേ, അത് വളരെ ഈസി ആയിട്ട് കിട്ടിയ പോലെയൊക്കെ തോന്നി. പിന്നെ എനിക്ക് ചില സമയത്ത് അക്വമാൻ റെഫറൻസ് തോന്നി. ഈ പറയുന്ന വെപ്പൺ കിട്ടുമ്പോ അക്വമാനിലെ പോലെ തന്നെ തോന്നി. അക്വമാനില് ആ ഒരു തൃശൂലം പോലത്തെ സാധനം എടുക്കാൻ വേണ്ടിട്ട് അതിന് മുമ്പിൽ ഒരു ജീവി വിടുന്നില്ലല്ലോ, അതേപോലെ എല്ലാം മിക്കതും കഥകളും അങ്ങനെ തന്നെയല്ലേ. ഒരു വാരിയർ ആദ്യം ഒന്നുമില്ലാണ്ട് ഒരു ബോധമില്ലാണ്ട് കുറേ സ്ഥലത്ത് നടക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ട് പോയി അത് വലിയ സെറ്റപ്പായിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് മിക്ക കഥേന്റെ ഒരു മെയിൻ തീം. നല്ല രസമുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം പുള്ളിക്കാരിനെ ഒരു അടിപൊളി ക്യാരക്ടറിൽ, നല്ല ക്യാരക്ടർ. അങ്ങനത്തെ ക്യാരക്ടർ പുള്ളിക്കാരിക്ക് അടിപൊളിയായി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ റോളില്. ഇല്ല, ഇതിനു മുമ്പ് ഏത് പടം എടുത്തിറങ്ങിയ പുള്ളിക്കാരി ശരിക്ക് പണ്ട് ശിവാജിയൊക്കെ കഴിഞ്ഞ് പിന്നെ വലിയ അയ്യല്ലല്ലോ, വിക്രന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, കന്ദസ്വാമിയോ. പിന്നെ അങ്ങോട്ട് തകർന്നു പോയില്ലായിരുന്നോ? വലിയ നല്ല പടങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ശ്രീയാശരൻ അടിപൊളി സൂപ്പർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോളാണ് ഇതിനകത്തുള്ള. പിന്നെ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. BGM അതിപ്പം വില്ലൻ വരുമ്പോൾ ആണെങ്കിലും നടൻ വരുമ്പോൾ ആണെങ്കിലും പിന്നെ അങ്ങനത്തെ നമ്മുടെ ഗൂസ് ബം മൊമെന്റ്സ് ഇല്ലേ, അങ്ങനത്തെ സംഭവത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് ഉണ്ട്. സൗണ്ട് മിക്സിങ് അടിപൊളിയായിരുന്നു, കിടിൽ.
ശരിക്കും നമുക്ക് ആ സീന് ചില സീനുകളെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും സൗണ്ട് നല്ലോണം യൂസ് ആയിട്ടുണ്ട്.